ഒരു ഡെലിവറിയുടെ സമയത്ത് ആൻറ്റിനേറ്റൽ പീരീഡിലും പോസ്റ്റ് നേറ്റൽ പീരീഡിലും അമ്മയുടെ സിംറ്റംസ് പറഞ്ഞു കൊടുക്കുകയും അമ്മയുടെ ജനറൽ ഹെൽത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയും ആ ഒരു സൈക്കോളജിക്കൽ വെൽനെസ്സിനെ കുറിച്ച് പറയും. ഇത്തരം സിംറ്റംസ് ഉണ്ട് എങ്കിൽ യു ഹാവ് ടു ഗോ ആൻഡ് മീറ്റ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. എൻ്റെ മീഡിയേഷൻ നടത്തുന്ന എൻ്റെ ഓഫീസറാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. റോസ്, യു ആർ ഇൻ ടു ദിസ്, യു നീഡ് ടു ഓവർകം. അപ്പോഴാണ് ഞാൻ പോലും തിരിച്ചറിയുന്നത്, യെസ്, ദിസ് ഇസ് ഇറ്റ്. ഇസ് ഇറ്റ്? അതുപോലെ ഇപ്പോൾ കേൾക്കാറുണ്ട് ഇങ്ങനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടൊക്കെ. ഇതൊക്കെ റീസെൻ്റ്ലിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും അറിയാൻ ശ്രമിക്കുന്നതും ഒക്കെ കേട്ടോ. എന്താണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ഒരു ഡിപ്രസീവ് ഡിസോർഡർ ആണ്. ഇറ്റ്സ് ടിപ്പിക്കലി സൂൺ ആഫ്റ്റർ ഡെലിവറി. ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു മദർ പോകുന്ന ഒരു മൂഡ് ഡിസോർഡറിനെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതൊരു ക്ലിനിക്കൽ ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം മാത്രമാണ് ഇവർക്ക് PPD ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മേജർ സിംറ്റംസ് ഉണ്ട്: പെർസിസ്റ്റൻറ്റ് സാഡ്നെസ്, ലോസ് ഓഫ് എപ്പറ്റൈറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സിനൊരു ചേഞ്ചസ് വരിക, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരിക, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുക, അവർക്ക് അവരുടെ ബേബിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സെൽഫ് ഹാം, ഇൻട്രൂസീവായിട്ടുള്ള ചില തോട്ട്സ് വരിക, അവർക്കൊരു ഹോപ്പ് കാണാൻ പറ്റാതിരിക്കുക, വെർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക. ഇത്തരം വളരെ മേജറായിട്ടുള്ള ചില സിംറ്റംസ് പെർസിസ്റ്റൻറ്റ് മിനിമം 2 വീക്സിൽ നമ്മൾ സൂൺ ആഫ്റ്റർ ഡെലിവറി എന്തായാലും ആ ഒരു എന്താ പറയുക, കുട്ടിയെ നമ്മൾ സന്തോഷത്തിൽ കിട്ടിയാലും അമ്മയ്ക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഇതെല്ലാം ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ്, ഇമോഷണൽ, അങ്ങനെ ദർ ആർ സോ മെനി ഫാക്ടേഴ്സ്. ലൈക്ക് ഐ സെഡ്, എല്ലാ മെൻ്റൽ ഇൽനെസ്സസും നമ്മളൊരു 3 ഫാക്ടേഴ്സ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യും. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നോക്കുന്നത് മാത്രമല്ല, ഇവരുടെ ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് എന്നുള്ള ഒരു അവരുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കുകയും അവർക്കൊരു മാനസികമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും, അവർക്ക് കുട്ടിയെ ഹാം ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല, കുട്ടി വന്നതോടുകൂടി അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവർക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കുട്ടി ഒരാൾ പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു നിമിഷം മുതൽ ഒരു 9 മാസം അല്ലെങ്കിൽ 9 months എന്ന് പറയുന്ന, അല്ലെങ്കിൽ 10 months, അല്ലെങ്കിൽ ആ ഒരു ഫുൾ ടേം പ്രഗ്നൻസി. ചിലവർക്ക് ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് PPD വരുന്നത് എന്നുള്ളതുകൊണ്ട് അല്ല. പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സേഫ് ഡെലിവറിയും വളരെ നല്ല കമ്പാനിയനായിട്ടുള്ള വളരെ ഇഷ്ടമുള്ള ഒരു പാർട്ട്ണർ നമുക്ക് കൂടെ ഉണ്ടെങ്കിലും ആളുകൾക്ക് PPD വരാനുള്ള സാധ്യത. ഇത് എത്ര ടൈം വരെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് മെയിൻലി നമ്മളൊരു കണ്ടുവരുന്നത് സൂൺ ആഫ്റ്റർ ഡെലിവറി ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണത്. ഇതല്ലെങ്കിൽ നമ്മൾ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 2 years. ഇപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ചില ആളുകളുണ്ട് 1 വർഷവും ഒക്കെ തള്ളി നീക്കും, 6 മാസമൊക്കെ അത് കുഴപ്പമില്ല, നമ്മുടെ വീട്ടുകാർ പറയുമല്ലോ ഇത് കുഴപ്പമില്ല, ഇതെല്ലാവരും പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 1 വർഷം കഴിഞ്ഞ് ഒരു ബോധോദയം ഉണ്ടിട്ടില്ല വരണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ എത്ര നാള് അവർ ഈ ഒരു പീരീഡ്, ഈ ഒരു ബേർഡൻ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു, പ്രവീൺ രാഘവൻ പറയുന്നുണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, അവർ സ്വയം തിരിച്ചറിയുന്ന ഒരു ദിവസം അവർ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഹൗ ദേ ഫീൽ ഇൻസൈഡ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സെക്കൻഡ്ലി അവരിത് അവരുടെ പാർട്ട്ണറോട് പറയുമ്പോൾ, വേറൊരാളോട് പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. ദെൻ ഡ്യൂറിങ് ഡെലിവറി, ആ ഒരു ബേബി ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സ് അല്ലേ. ഇപ്പം ഇത്തരം ഈ ഒരു സമയത്ത്, ആ കുട്ടിയെ കയ്യിൽ കിട്ടുന്ന ഒരു സമയത്ത് ആ അമ്മയുടെ മാനസികാവസ്ഥ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ ഒരു കുട്ടിയെ നോക്കുന്ന ആ ഒരു പീരീഡ്, ഇവരൊരു വലിയ ബേർഡൻ വെച്ചിട്ടാണ് കുട്ടിയെ നോക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് അമ്മയ്ക്ക് ആ കുട്ടിയോട് കണക്ട് ചെയ്യാൻ പറ്റില്ല.
അതെ. അല്ലേ? ഇത്രയും ബോർഡൻ വെച്ച് നോക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ആ കുട്ടിയെ ഒന്ന് തലോടാനോ അല്ലെങ്കിൽ താലോലിക്കാനോ ഒന്നും പറ്റില്ല. കാരണം ദി ആർ നോട്ട് ഹാപ്പി ഇൻസൈഡ്. ആ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് പലപ്പോഴും എന്താ പറയുക ചെയ്യാൻ പറ്റുക? അപ്പം ഇതൊരു ഡിഫിക്കൾട്ട് പ്രോസസ്സുമാണ്, ഒരു ഡിഫിക്കൾട്ട് സ്റ്റേജുമാണ്. അപ്പോൾ ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു 1 ഇയറൊക്കെ ഈ ബോർഡൻ കൊണ്ട് നടന്നിട്ടായിരിക്കാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒട്ടും പറ്റുന്നില്ല. അവരെവിടെ ഒരു ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും, വേർത്ത്ലെസ് ഫീലൊക്കെ ചെയ്ത് ഒരു ഹോപ്പ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും ആരെങ്കിലോടും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പേരൻസിനെയും ഭർത്താവിനെയും ഒക്കെ കൺവിൻസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് കുറേ നാളുകൾക്ക് ശേഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും പല ആളുകളും വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് എനി ജനറൽ ഫിസിഷ്യൻ ഓർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഇവർ പോകുമ്പോൾ ഐ എം ഷുവർ ദേ ആർ, ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും പറയുന്നുണ്ട് ഒരു ഡെലിവറിയുടെ സമയത്ത് ആൻറ്റിനേറ്റൽ പീരീഡിലും പോസ്റ്റ് നേറ്റൽ പീരീഡിലും അമ്മയുടെ സിംറ്റംസ് പറഞ്ഞു കൊടുക്കുകയും അമ്മയുടെ ജനറൽ ഹെൽത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയും ആ ഒരു സൈക്കോളജിക്കൽ വെൽനെസ്സിനെ കുറിച്ച് പറയും. ഇത്തരം സിംറ്റംസ് ഉണ്ട് എങ്കിൽ യു ഹാവ് ടു ഗോ ആൻഡ് മീറ്റ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ് ഒരു ഓറിയൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വീട്ടിലുള്ള ആൾക്കാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അവരുടെ പാർട്ട്ണറിനും, നമ്മളിപ്പോൾ പല ഹോസ്പിറ്റലിലും കണ്ടിട്ടുണ്ട്, പാർട്ട്ണറിനെ പ്രിപ്പയർ ആക്കും, ഹസ്ബൻഡിനെ പ്രിപ്പയർ ചെയ്യും ഒരു കുഞ്ഞു വരാൻ പോകുന്നതിന് മുമ്പ് കുഞ്ഞിനെ എങ്ങനെ നോക്കണം. അതുപോലെ ബിഫോർ ഡെലിവറി നമ്മുടെ ഒരു ഭാര്യയ്ക്ക് ആഫ്റ്റർ ഡെലിവറി എന്തെല്ലാം സംഭവിക്കാം, എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ വേർ യു ഹാവ് ടു അപ്രോച്ച്, വേർ യു ഹാവ് ടു ടേക്ക് എന്നുള്ള ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറയ്ക്കാൻ പറ്റും, നമുക്ക് മാനേജബിൾ ആക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഹോർമോണൽ ഇംബാലൻസും അവരുടെ ജെനറ്റിക്സും ഫാമിലി ഹിസ്റ്ററീസും ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വി ക്യാൻ പ്രൊവൈഡ് പ്രോപ്പർ സപ്പോർട്ട്, ഗൈഡൻസ്. ഇങ്ങനെ ചില സമയങ്ങളിൽ നമ്മൾ വളരെ സ്റ്റക്കായി നിൽക്കുന്ന സമയങ്ങളുണ്ടാവും അല്ലേ? ഇപ്പോൾ എന്ത് ചെയ്താലും ശരിയാവുന്നില്ല, എല്ലാം നെഗറ്റീവായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ചില സമയങ്ങൾ എല്ലാവരും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് ഒരു ഓവർകം ചെയ്യുക? അതിന് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു സ്റ്റക്കാകുമ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വെച്ച കാര്യങ്ങളിൽ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി അല്ലേ, നമ്മളത് എന്താ പറ്റിയെന്ന് ചോദിക്കും. നമ്മുടെ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ എന്ത് ചെയ്യും? കാറിൽ നിന്ന് പുറത്തിറങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് തുറന്ന് വെച്ചിട്ട് എന്താ എവിടെയാ പറ്റിയേ എന്ന് നോക്കും, അല്ലെങ്കിൽ ബാക്കും അടിയൊക്കെ ഒന്ന് നോക്കും എന്താ പറ്റിയെന്നുള്ളതല്ലേ. അപ്പം നമ്മുടെ ഒരു മൈൻഡിനെ നമുക്കൊരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആക്കിയിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു ഹാർഡ്വെയറിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞ ഒരു സൈക്കാട്രിസ്റ്റും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് കൊടുക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഒരു അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ ഈ സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ ശരിക്കും നോക്കുക നമുക്ക് എന്താ പറ്റിയത്. വി ഹാവ് ടു തിങ്ക് what happened to us? സെൽഫ് റിയലൈസേഷൻ. ചില സമയങ്ങളിൽ നമുക്കൊരു സ്വയം കണ്ടെത്താനോ അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയെന്നായിരിക്കില്ല. അപ്പോൾ 1-2 ദിവസമാണ് ആ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതെങ്കിൽ allow it happen. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. നമ്മൾ ഒരു ദിവസം ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടിട്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു 2 ദിവസമായി, അതൊരു 3 ദിവസമായി, നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. പല കാര്യങ്ങളുണ്ടാകാം ആ ഒരു സ്റ്റക്നെസ് വന്നത്, നമ്മൾ പോലും റിയലൈസ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടാവാം. അത് റിയലൈസ് ചെയ്യുകയും ആ സ്റ്റക്നെസ് എന്തുകൊണ്ടിട്ട് വന്നു, കാരണം ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. ഒരു സാധാരണ ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന സ്റ്റക്നെസ് അല്ല ഒരു വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ, ഒരു സ്ട്രാറ്റജി ഞാൻ ഇവിടെ പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് അല്ലാണ്ടായി പോകും. അപ്പോൾ വെൻ ഇറ്റ് ഹാപ്പൻസ് ഇറ്റ്സ് എ ടൈം ഫോർ യു ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. യുവർ സോഫ്റ്റ്വെയർ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനൊരു പീരീഡ് എടുക്കുക, 1-2 ദിവസം ചിലപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്തൊരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു യാത്ര പോവുക, അല്ലെങ്കിൽ ഒരു നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഒന്ന് ഫ്രഷ് ആവാം, മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. അതും പറ്റുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് എ ടൈം ഫോർ യു ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്.
അതൊരു സോഫ്റ്റ്വെയർ ഒന്ന് റിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യണോ, റീസ്റ്റാർട്ട് ചെയ്യണോ. നമ്മുടെ ഫോണൊക്കെ സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ വി ഹാവ് ടു ഡു. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു നമുക്ക് ഏറ്റവും നമ്മൾ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നതും ഗ്ലാമറസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഫീൽഡാണ് ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ്സ് ഓൺലി ചാറ്ററിങ്, ബ്ലാ ബ്ലാ ബ്ലാ, ഇറ്റ്സ് ഹാപ്പനിങ്. പക്ഷേ എക്സാക്ട്ലി ആരും അതിൻ്റെ അകത്ത് നോക്കുകയോ അല്ലെങ്കിൽ അത് കൺഫ്രണ്ട് ചെയ്യുകയോ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം എടുക്കുകയോ എഫേർട്ട് എടുക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തൊരു ഭാഗമാണ്. ഓക്കെ, എല്ലാവരും. അപ്പോൾ ഇപ്പം ചില സമയങ്ങളിൽ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ടേക്ക് ബ്രേക്ക് എന്ന് ചിലപ്പോൾ എന്നോട് എൻ്റെ ഓഫീസിലുള്ള ഒരാൾ പറയുമ്പോഴാണ് അത് എനിക്കിട്ടൊരു കൊട്ട് തരുന്നത്. ഇറ്റ്സ് എ ടൈം ഫോർ മീ ടു ടേക്ക് എ ബ്രേക്ക്. പക്ഷെ അത് ഞാൻ കേൾക്കണം. അത് അങ്ങനെ വരുമ്പോൾ ഇല്ല, അത് പിന്നെ നമ്മൾ ആ ഒരു മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കരുത്. വർക്ക് റിലേറ്റഡ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഓർത്തത്. ഇപ്പോൾ ഈ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ഹാരാസ്മെൻറ്റ്, ഇപ്പോൾ ഇപ്പോഴത്തെ ഇഷ്യൂസ് തന്നെ നമുക്കെടുക്കാം. ഇതൊക്കെ ഒരാളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇഷ്യൂസ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ക്യാൻ ഐ ആസ്ക് യു, രമ്യ ഒരുപാട് വായിക്കുന്ന ഒരാളാണ്, എഴുതുന്ന ഒരാളാണ്. സോ ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഇതൊരു ഡിസ്കഷൻ ആണ്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു കോമൺ അല്ലേ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ഇല്ല, എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരുപാട് നെഗറ്റീവായിട്ട് തന്നെയാണ് ആളുകളെ ബാധിക്കുന്നത്, പ്രത്യേകിച്ചും എസ്പെഷ്യലി ലേഡീസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അങ്ങനെ അല്ലേ? എല്ലാ തൊഴിലിടങ്ങളിലും ഈ ഹരാസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു മെജോറിറ്റി സ്ത്രീകളായതുകൊണ്ടിട്ടും അവർക്കിത് പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടിട്ടും ചില ഇടങ്ങളിൽ നിന്ന് അവർക്ക് മാറിപ്പോവാൻ പറ്റാത്തത് കൊണ്ടിട്ടും ഇതൊരു ഇഷ്യൂ ആവുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഇഷ്യൂ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്നിപ്പോൾ കോട്ട് ചെയ്തൊരു പർട്ടിക്കുലർ ഇഷ്യൂ, എന്തുകൊണ്ടാണ് ഇതിൻ്റെ മീഡിയ ഇത്രയും കുട്ടിഘോഷിക്കുന്നത്? ഇറ്റ്സ് ബിക്കോസ് അത് ആ ഒരു സിനിമാ രംഗത്തായതുകൊണ്ടിട്ടും എല്ലാവർക്കും, നമ്മളെല്ലാവരും ഒരുപോലെ ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന, ആകാംക്ഷയോടെ നോക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതേ സംഭവം പല ഡിഫറെൻറ്റ് മേഖലകളിലും ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു കൂട്ടം സ്ത്രീകൾ അടിയുറച്ച് നിൽക്കുകയും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇത് മുന്നോട്ട് വന്നു. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ അത് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഇഫ് ഇറ്റ് ഇസ് ഹാപ്പനിങ് സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ഇന്നും കൂടി സോഷ്യൽ മീഡിയ എടുത്ത് വായിച്ചപ്പോൾ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടാഗ് ലൈൻ കണ്ടു. ഐ വാസ് ഫീലിംഗ് ലിറ്റിൽ ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഐ വാസ് ഫീലിംഗ് എങ്ങനെയാണ് ആളുകൾക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇത്തരം ഇൻസെൻസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാനും പറയാനും പറ്റുന്നത് എന്ന് തോന്നി. വാട്ട് ഐ ഫീൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിന്നിട്ട് ഞാൻ രമ്യയോട് പറയാണ്, ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മളൊരു നന്നായി വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉയർന്നു വരുന്നു അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എഫിഷ്യൻസി ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഒരു പേട്രിയാക്കൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിച്ചമർത്താനും ഓക്കെ നമുക്ക് ബോധ്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ ബോധ്യത്തിന് നമ്മുടെ എതിരായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ എബവ് പ്രഷർ ചെയ്ത് നമ്മളെ ടോക്സിക് എൻവിറോൺമെൻറ്റിൽ കൊണ്ടെത്തിക്കുന്ന പല സാഹചര്യങ്ങളും പല സ്ത്രീകളും നേരിടാറുണ്ട്. പേഴ്സണലി ഐ ഓൾസോ എക്സ്പീരിയൻസ് സച്ച് സിറ്റുവേഷൻസ് എന്നുള്ളതാണ്. പക്ഷെ പലവർക്കും ഇതിനൊരു ബോധം അല്ലെങ്കിൽ ഒരു വിവേകം ഇല്ല എന്നുള്ളതാണ്. എൻ്റെ കേസിൽ വന്നപ്പോഴാണെങ്കിലും ഐ വാസ് നോട്ട് നോയിങ് ദാറ്റ് ഐ വാസ് ഗെറ്റിംഗ് ഹരാസ്ഡ് അല്ലെങ്കിൽ ഒരു ടോക്സിക് എൻവിറോൺമെൻറ്റിലാണ് ഞാൻ എന്നെനിക്കറിയില്ലായിരുന്നു. ഓക്കെ, എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായ എൻ്റെ മീഡിയേഷൻ നടത്തുന്ന എൻ്റെ ഓഫീസറാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. റോസ്, യു ആർ ഓക്കെ ഇൻ ടു ദിസ്, യു നീഡ് ടു ഓവർകം. അപ്പോഴാണ് ഞാൻ പോലും തിരിച്ചറിയുന്നത് യെസ് ദിസ് ഇസ് ഇറ്റ് എന്നുള്ളത്. കാരണം അവർ ആ ഒരു വർക്ക് മോഡ് അങ്ങനെ ആക്കിയിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ, നമ്മൾ ആ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുമ്പോൾ, നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. സെയിം സിറ്റുവേഷൻ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മൾ ഏറ്റവും കൊള്ളില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറും. ഇപ്പോൾ പെട്ടെന്ന് അതൊരു സ്ത്രീ ആണെങ്കിൽ
ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അല്പം ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അല്പം ഒരു ഫെയിമുള്ള ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ ക്യാരക്ടർ അസാസിനേഷൻ, സ്ത്രീ ആകുമ്പോൾ അവളുടെ വ്യക്തി ജീവിതത്തിൽ കയറി അവരെ ഹരാസ് ചെയ്യുന്നൊരു ലെവലിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാവും. അപ്പം ഇത്തരം സിറ്റുവേഷൻസിലേക്ക് പല സ്ത്രീകളും പോവാറുണ്ട്, പുരുഷന്മാരും പോവാറുണ്ട്. അവിടെ പക്ഷെ പ്രതികരിക്കണമെന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കണം എന്ന് പലവർക്കും അറിയില്ല. ഓക്കെ, പലവരും ഇത് അവരുടെ തെറ്റാണ്. ഒരു പോയിന്റിൽ നമുക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വി ഫീൽ പെട്ടെന്നൊരു ഷോക്കാകും. ഓക്കെ, ഇതെന്തെവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആകും. പേഴ്സണലി ഞാനിപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു എനിക്കെതിരെ. അപ്പോൾ ഐ വാസ് ഫീലിംഗ് ലൈക്ക് വാട്ട് ഡിഡ് ഐ ഡു, വാട്ട് ഈസ് ഹാപ്പനിങ്. എന്നാൽ എൻ്റെ കയ്യിൽ കുറച്ച് എവിഡൻസസ് ഉണ്ടായിരുന്നു. വിത്ത് ദറ്റ് എവിഡൻസ് ഹി മെയ്ഡ് മീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്, ദിസ് ഇസ് നോട്ട് റൈറ്റ്, യു ഡിസേർവ് ടു ബി ട്രീറ്റഡ് ജസ്റ്റ് റൈറ്റ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്തായിരിക്കും കൊട്ട് കിട്ടുന്നത്, ആ സമയത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് എന്നിട്ട് പല ലോസും നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഹരാസ്മെൻറ്റ്, വർക്ക് ഹരാസ്മെൻറ്റ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും എപ്പോഴും സെക്ഷൽ ഹരാസ്മെൻറ്റ് നടക്കണം എന്നില്ല. ടോക്സിക് എൻവിറോൺമെൻറ്റിൽ നിന്ന് ചുമ്മാ ആളുകൾ ഒരു ഇമെയിൽ അയച്ചത് കൊണ്ടിട്ടോ പറഞ്ഞത് കൊണ്ടിട്ടോ അല്ല, അതിനുള്ളൊരു എവിഡൻസോടു കൂടി നമുക്കതിൽ പറയാനുണ്ട് എങ്കിൽ അതിനുള്ള റൂൾസും റെഗുലേഷൻസും ലോസും ഇന്ന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് പലയിടത്തും അവെയർ അല്ല എന്നുള്ളതാണ്. ഇതറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഓരോ ഓർഗനൈസേഷനിലും ഉള്ള വ്യക്തികളും അവിടെ തലപ്പത്തിരിക്കുന്നവരും അല്ലാത്തതിനും. അല്ലെങ്കിൽ if you become an employee today, then it is your responsibility to protect yourself, right? When you getting affected, okay, when things are not working properly for you, you have to find out your ways. ഒരാൾ മാറ്റം കൊണ്ട് ഇപ്പം ആ ഇൻഡസ്ട്രിയിൽ അവരിൽ കുറച്ച് സ്ത്രീകൾ മാറ്റങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടിട്ട് ഇന്ന് പലവരും ഇനി ഫ്യൂച്ചർ ജനറേഷനിൽ അവർ ബെനിഫിറ്റ് ചെയ്യും അല്ലേ. നമ്മൾ യു ഹാവ് ടു ബി ദ ചേഞ്ച്. വെൻ ഇറ്റ് ഹാപ്പൻ ടു മീ, അവിടെ എന്ത് തന്നെയാണെങ്കിലും യു ഹാവ് ടു ടേക്ക്, നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്ന് നമ്മുടെ വ്യക്തിബോധത്തിൽ നമുക്കൊരു ബോധമുണ്ട് എന്ന് വിശ്വസിച്ചുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ വരികയും ചെയ്യണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി പേര് അത് ചെയ്യാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ കോൺഷ്യസ് ആവേണ്ട ഒരു കാര്യമുണ്ടോ? ഐ ഫീൽ ദാറ്റ് വാട്ട് വി ക്യാൻ കൺട്രോൾ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് അവർ തോട്ട്സ്, അവർ ഇമോഷൻസ്, അവർ റെസ്പോൺസസ്, സെൽഫ് അവെയർനെസ് ആൻഡ് ഹൗ ഡു ഐ ട്രീറ്റ് അതേഴ്സ്. ഈ 5 കാര്യങ്ങളാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, എൻ്റെ കൺട്രോളിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പാസ്റ്റ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ, അതല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ റിസൾട്ട്സ് ഇത് നമ്മുടെ കയ്യിലല്ല. നന്നായി പഠിച്ചെന്ന് പറഞ്ഞാലും കുട്ടി ചിലപ്പോൾ തോറ്റു പോകാം അല്ലേ. നന്നായി വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കാം അല്ലേ. അപ്പോൾ റിസൾട്ട്സ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. ദെൻ വാട്ട് others think about us, others' opinion about us, what others feel about us. These are the things നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അപ്പം മറ്റൊരാൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ബേസിക്കലി യു നീഡ് ടു തിങ്ക് ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്. നമുക്കതെങ്ങനെ അനുഭവപ്പെടുന്നു, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതല്ല എങ്കിൽ നമുക്ക് ഒന്നും കൂടി കൺസിഡർ ചെയ്യാം, നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, ദാറ്റ് ഷുഡ് ബി യുവർ കൺസേൺ. അത്ര മതി. നെക്സ്റ്റ് ജനറേഷൻ, അതായത് കുട്ടികൾ, നമ്മളുടെ അസറ്റ്സ് ആണല്ലോ അവർ. എങ്ങനെ അവരെ സമൂഹത്തിന് അനുസരിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും? ഒരു പാരൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് അവരെങ്ങനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം? അല്ലെങ്കിൽ ഒരു ടോക്സിക് പാരൻ്റാണ് ഞാൻ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾ എങ്ങനെ മനസ്സിലാക്കാം? ഒരു മാതാപിതാക്കളും ആരും തന്നെ ഞാനൊരു ടോക്സിക് പാരൻ്റ് ആണെന്നോ അബ്യൂസീവ് പാരൻ്റ് ആണെന്നോ പറയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതെല്ലാവരും തന്നെ വലുതായി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ ഒരു വിവേകമുള്ളൊരു വ്യക്തി വലുതായി കഴിഞ്ഞതിന് ശേഷം എൻ്റെ പേരൻറ്റ് വാസ്
അബ്യൂസീവ് അല്ലെങ്കിൽ ഒരു ടോക്സിക് പാരൻറ്റിങ് ആയിരുന്നു എന്ന് അവർ റിയലൈസ് ചെയ്തിട്ട് പറയുന്നതാണ്. പേരൻസ് ഒരിക്കലും ഞാനൊരു ടോക്സിക് പാരൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാരൻ്റ് ആണെന്നോ ഒന്നും അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. തിരിച്ചറിഞ്ഞാലും അതവർ പുറത്ത് പറയുകയുമില്ല, അതവർ അഡ്മിറ്റ് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യുകയില്ല. അപ്പം അത്തരം വേർഡ്സ് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. ബിക്കോസ് ഇത്തരം വേർഡ്സ് തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലൂടെയും വന്ന് നമുക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ കമൻസ് ഒക്കെ നോക്കുമ്പോഴേ ഈ പാരൻസ് തന്നെ ഇത് സ്വയം പറയുന്നുണ്ട്, ഞാനായിരുന്നോ അങ്ങനത്തെ കമൻസ് വളരെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് മാറ്റമുണ്ടോ അതിന്? പല പാരൻസും ഇന്നിപ്പോൾ മാതാപിതാക്കൾ എല്ലാവരും തന്നെ അവരുടെ മക്കൾക്ക് കുറച്ചും കൂടി നല്ല കെയർ കൊടുക്കണമെന്നും നല്ലൊരു പേരൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളുടെ കുട്ടികൾ എപ്പോഴും നമ്മളെക്കാളൊക്കെ സ്മാർട്ടാണ്. ഞാൻ എന്നും പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, കിഡ്സ് ആർ സോ സ്മാർട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പക്ഷേ നമ്മൾ കുട്ടികളിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത്, സ്നേഹം, റെസ്പെക്റ്റ്, അവർ സോഷ്യലി നല്ലൊരു കുട്ടിയായിരിക്കണം, നന്നായി പഠിക്കണം, നല്ലൊരു വ്യക്തിയായിട്ട് മാറണം, ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരൊറ്റയ്ക്കൊരു ഫോർമുലയേ ഉള്ളൂ. യു ബിക്കം ലൈക്ക് ദാറ്റ്. യു ബി ദ റോൾ മോഡൽ. തിയറി നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കോൺസെപ്റ്റ്സ് അവർ പഠിക്കും, അവർ എഴുതും, മാർക്ക് വാങ്ങിക്കും എന്നുള്ളതാണ്. ബിഹേവിയർ പാറ്റേൺസ് അവർ പഠിക്കുന്നത് കണ്ടിട്ടാണ്, ഫാമിലിയിൽ നിന്നിട്ടാണ്. അപ്പോൾ അത് പല മാതാപിതാക്കൾക്കും ഇന്ന് സമയമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആവാം, കെയർ ഗിവേഴ്സ് ആവാം. നമ്മളിപ്പോൾ നമ്മുടെ പാരൻസിനെ തന്നെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ കെയർ ഗിവേഴ്സിനോ ആരും ആയിക്കോട്ടെ കൊടുത്ത് വിട്ടിട്ട് പിന്നെ കുട്ടി ഇങ്ങനെ മാറുന്നില്ല, കുട്ടി അത് ചെയ്യുന്നില്ല, ഞാൻ ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുട്ടിക്ക് ഞാൻ നല്ല വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നല്ല ബുക്സുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അവനൊരു മാറ്റമില്ല എന്നൊക്കെ പറയാറുണ്ട്. നോ, you have to invest your time and energy with your kids. ഏത് തരത്തിലുള്ള ബിഹേവിയർ മോഡിഫിക്കേഷനും നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ബിഹേവിയർ മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ആ മാറ്റം നമ്മളിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കുട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ മൊബൈലിൽ നോക്കി റീൽസ് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഇരിക്കുന്ന കുട്ടിയോട് എടാ നീ പോയി പഠിക്കൂ എന്ന് പറഞ്ഞാൽ കുട്ടി പഠിക്കണം എന്നില്ല. ബിക്കോസ് വാട്ട് ആർ യു ഡൂയിങ്? യു ആർ റിലാക്സിങ്. നമ്മൾ കുട്ടിയോട് പറയുന്ന ഫോൺ അവിടെ വെച്ചിട്ട് പോയി പഠിക്കൂ എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഫോണാണ്. ഓക്കെ, അവൻ്റേതായ കൺക്ലൂഷൻസ് ഉണ്ട്. ഈച്ച് സിറ്റുവേഷൻസിൽ നമ്മളിപ്പോൾ മറ്റുള്ളവരോട് വഴക്കടിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഭാര്യയും ഭർത്താവും രാത്രി വീട്ടിൽ നല്ല വഴക്കാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പേരൻസിനോട് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോട് നല്ല വഴക്കാം അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ലാതെയാണ് പെരുമാറുന്നത്. കുട്ടി അതാണ് അഡാപ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ കുട്ടിയോട് മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് ഒരു വെർബൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സെൻറ്റൻസ് മാത്രമായിരിക്കും. സോ വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം യുവർ ചൈൽഡ്? ദാറ്റ് you try to follow that. Okay, then you ask your child to get implemented. ഞാനിപ്പോൾ ഇത് ചെയ്യാറില്ലല്ലോ പലപ്പോഴും. ഐ റിമെമ്പർ, ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒരിക്കൽ ചെറുപ്പത്തിൽ അമ്മ എന്നോടൊരു കാര്യം എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. എന്തോ ഒരു ചെറിയ കാശ് എടുത്തതിൻ്റെ എന്തോ ഒരു സെനാരിയോ വീട്ടിൽ, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. അതുകൊണ്ടിട്ട് ടു ബി ഫ്രാങ്ക്, ഞാൻ എന്തോ ഒരു 10 രൂപയോ അങ്ങനെ എന്തോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് പിടിച്ചു. അതിനൊരു ക്വസ്റ്റ്യനിങ്ങും ഒക്കെ ആയി. അപ്പോൾ അമ്മ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ അതിന് പകരം എന്നോട് ചോദിച്ചത്, അപ്പോൾ വീട്ടിലാകെ അച്ഛൻ മാത്രമാണ് അന്ന് ഫൈനാൻഷ്യലി ഇൻകം കൊണ്ടുവരുന്ന ഒരാൾ. അപ്പം അമ്മ പറയുന്നത് ഇതാണ്, അമ്മ ഒരിക്കലും അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കുന്നത് മോള് കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല. 10 രൂപയാണെങ്കിൽ പോലും അമ്മ ചോദിച്ചിട്ടല്ലേ എടുക്കാറ്. അപ്പം ഞാൻ പറഞ്ഞു അതെ. then why did you take that? So അത്തരം കോൺവെർസേഷൻസ് still I remember that. അതെ, അത് നമ്മുടെ ലൈഫ് ലോങ് അപ്പോൾ കുട്ടികളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുണ്ടോ അത്
നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ അഗെയിൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു ടോക്സിക് പേരൻസും അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് പേരൻസും ഒറ്റ ദിവസം കൊണ്ടിട്ട് അവർ ഉണ്ടായതല്ല. they received these kind of caring അല്ലെങ്കിൽ these kind of patterns from their generation, അല്ലെങ്കിൽ അവരുടെ പേരൻസിൽ നിന്നോ അവർക്കതാണ് റിസീവ് ചെയ്ത്, അവരുടെ ജനറേഷനിൽ നിന്നല്ല, അവർക്ക് അതായിരിക്കും അത്തരം പാരൻറ്റിങ്ങോ അത്തരം ഇൻറ്റിമസിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെയറോ ആയിരിക്കാം അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. വാട്ട് ദേ റിസീവ്ഡ് ദേ ട്രൈ ടു ഗിവ്. സോ വാട്ട് യു ഹാവ് ടു ബിക്കം, നമുക്കൊരു ഹെൽത്തി ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറോ ഉണ്ടായിരുന്നില്ല എങ്കിൽ that's okay, acknowledge it, but you create a healthy family for you. But you have the choice, right? You can create a healthy family. Then you become conscious parent. Parenting എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യണം. Then you learn with your kid. They will teach you so many things. The moment you become conscious about what you speak, what you do with your children or what you do with your partner, then you can make a lot of differences. Then they will learn that behavior pattern. ഇതൊക്കെ ഇന്നത്തെ കുട്ടികളിൽ ഒരുപാട് സ്വാധീനം. അപ്പോൾ ചെറിയൊരു റിജക്ഷൻ പോലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഈ ഒരു ഫാമിലിയിൽ ആ ഒരു ജനിച്ച് വളർന്ന സാഹചര്യത്തിലൊക്കെ ഉണ്ടാവുന്നതാണോ? തീർച്ചയായിട്ടും. ഇപ്പം ഈ അടുത്ത കാലത്ത് ഞങ്ങളൊരു കോൺസെപ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു, വൈ ഡോണ്ട് വി ക്രിയേറ്റ് എ ഗ്രൗണ്ട് വേർ കുട്ടികൾ കളിക്കുമ്പോൾ മാക്സിമം അവരെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതെ, ലെറ്റ് ദം ഫീൽ, ലെറ്റ് ദം ഫേസ് ദാറ്റ്. ആ ഒരു തോൽക്കുന്നത് അവരൊന്ന് മനസ്സിലാക്കട്ടെ. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പം നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ തന്നെ അവർ ജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ജയിച്ചില്ല എങ്കിൽ ഈ ഗെയിം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അവർ ജയിക്കുന്നത് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് കുട്ടിക്കുന്നത്. തോൽവിയും ജയവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കുട്ടിക്ക് മനസ്സിലാവണം. ജയിക്കുന്നതിൻ്റെ സുഖം അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും നമ്മൾ തോറ്റിട്ടുണ്ടാവണം. എപ്പോഴും നമ്മൾ ജയിച്ചുകൊണ്ടിരുന്ന നമ്മൾ ആ ജയത്തിൻ്റെ എന്താണ് യഥാർത്ഥ മാധുര്യം എന്ന് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാണ്ട് പോകും. ഒരു പരാജയമെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ജയിക്കുമ്പോൾ അവനുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു കണ്ടൻമെൻറ്റും അവന് ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ വളരും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വളർത്താനായിട്ട് നമ്മൾ മാക്സിമം അവരെ പരിശ്രമിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പേരൻസും ഒക്കെ തന്നെ ഇപ്പോൾ പലതും സംഭവിക്കുമ്പോൾ പലതിലേക്കും അവരെ ചേർക്കുമ്പോൾ പോലും നീ ജയിച്ച് ഇതിലല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് വരണം എന്നുള്ളതാണ്. യെസ്, ഇറ്റ് ഈസ് ഗുഡ് ടു വിഷ് ദം ഇൻ ദാറ്റ് വേ, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് ടു ടെൽ ദം ദാറ്റ് ഈവൻ ഇഫ് യു ആർ ഫെയിലിംഗ്, ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ, ബട്ട് വി സ്റ്റിൽ ലവ് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് കുട്ടിക്കാലത്ത് തന്നെ ചില ആൾക്കാർക്ക് തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫോബിയ, എക്സാം ഫോബിയ അങ്ങനത്തെ, അതായത് എനിക്ക് മാർക്ക് കിട്ടുമോ, എനിക്ക് ഈ ചോദ്യങ്ങളായിരിക്കുമോ വരിക, ഔട്ട് ഓഫ് സിലബസ് ഉണ്ടാവുമോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിന് പോകുമ്പോൾ തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? ഒരു എക്സാം ഫിയർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു ഫോബിയ എന്ന് പറയുന്നത് ഒരു ഇൽനെസ്സായി മാറി, അല്ലെങ്കിൽ ഒരു ഡിസോർഡർ എന്നുള്ള ലെവലിലേക്ക് മാറി. കാരണം ഒരു ആൻസൈറ്റി ഇസ് ഡിഫറെൻറ്റ്. ആൻസൈറ്റി ഇസ് എ സിംറ്റം. ആൻസൈറ്റി സ്പെക്ട്രം ആയിട്ട് കാണാം, ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് കാണാം. ഇപ്പോൾ ഒരു ആൻസൈറ്റി ഡിസോർഡറിലേക്ക് വരുന്നതാണ് ഈ പാനിക് ഡിസോർഡറും ഫോബിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദറ്റ് എക്സാം ഫിയർ. സിമ്പിൾ വേർഡ്. ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? ഫിയർ, ഫോബിയ, പാനിക്, ഒത്തിരി ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ അതൊന്നും മാറ്റി കാരണം ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഡയഗ്നോസ് ചെയ്യാനും അവർക്ക് ഇതൊക്കെ ഉണ്ടോയെന്ന് ഇന്റേണലൈസ് ചെയ്യാനൊക്കെ സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് വി ആർ ജസ്റ്റ് പുഷിങ് ദാറ്റ് അവേ ആൻഡ് വി ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ എക്സാം ഫിയർ. അതിന് നമ്മളൊരു ഫോബിയയ്ക്ക് പകരം എക്സാം ഫിയർ എന്ന് പറയുന്നു. ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ എസ്പെഷ്യലി എപ്പോഴെങ്കിലും രമ്യ എക്സാംസ് ഒക്കെ ഒരു പേടിയും കൂടാതെ എപ്പോഴെങ്കിലും എഴുതാൻ പോയിട്ടുണ്ടോ? ഇല്ല.
എല്ലാ പരീക്ഷകളും നമ്മൾ പേടിയോടുകൂടിയാണ് പോയിരിക്കുന്നത് അല്ലേ, ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ അല്ലെ പേടിയോടുകൂടിയാണ്. അപ്പൊ പേടിയില്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു IAS ഓഫീസറോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ ഒരു കളക്ടറോ ഒരു ടീച്ചറോ ആരും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ യു മസ്റ്റ് മേക്ക് ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ഫിയർ ഇസ് എ പാർട്ട് ഓഫ് ദിസ് ഗെയിം. ഓക്കെ, എക്സാംസിന് മുമ്പുള്ള ഒരു ഫിയർ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഈ ഫിയർ ഇതോടുകൂടി നിൽക്കുന്നില്ലല്ലോ, എക്സാംസിന് മാത്രമല്ലോ, നാളെ ഇൻ്റർവ്യൂ ഉണ്ട്, അവൻ്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളുണ്ട്, അവൻ പുതിയ 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 കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഫിയർ ഉണ്ടാവാം. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ എക്സാംസിന്. അപ്പോൾ നമ്മൾ ഈവൻ ഒരു ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് കൊടുത്താൽ അത് കിട്ടുന്നത് വരെ നമുക്കൊരു തരം റിസൾട്ട് വരുന്നത് വരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഫിയർ നമ്മുടെ ഒരു ഭാഗമാണ് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദി ചൈൽഡ് ഈസ് ബിക്കമിങ് അവെയർ അബൌട്ട് ഇറ്റ്. ദ സെക്കൻഡ് ഇസ് അത്തരം ഫിയർ അവൻ്റെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ പഠിച്ചു പോയ കാര്യങ്ങളെല്ലാം ഒരു ഷോക്കായി പെട്ടെന്ന് മറന്നു പോകുന്നു, ബ്ലാങ്ക് ആയി പോകുന്നു, അവൻ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്നു, പാനിക് അറ്റാക്സ് ഉണ്ടാകുന്നു, അവൻ്റെ തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ആൻസൈറ്റി കാരണം ആ എക്സാം ഹാളിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ. ഇതെല്ലാം നമ്മളൊരു സാധാരണ ഫിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ദീസ് ആർ ദ തിങ്സ് വെയർ ക്ലിനിക്കൽ ഇവാലുവേഷൻ പ്ലസ് ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻസ് ആർ റിക്വയർഡ്. അത് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമായിട്ട് കാണുകയും നോർമൽ എക്സാം ഫിയറിന് അവർക്കപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് ടെക്നിക്സോ റിലാക്സേഷൻ ടെക്നിക്സോ അവെയർനെസ്സോ ഒരു സൈക്കോ എഡ്യൂക്കേഷൻസോ എക്സാംസിന് മുമ്പ് അവരൊരുപാട് പ്രഷറൈസ് ചെയ്യാതെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ്. ഐ റിമെമ്പർ ഞാൻ ബാംഗ്ലൂരിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് എക്സാംസിന് കയറുന്നതിന് മുമ്പ് 12th ഗ്രേഡിന് എക്സാംസിന് പോകുന്നതിന് മുമ്പ് വി ഗീവ് ദം 20 minutes മെഡിറ്റേഷൻ. നമ്മുടെ എക്സാംസ് ഹാളിൽ ഇങ്ങനെ വാതിക്കലിരുന്ന് ഒരുപാട് പഠിച്ച് ആ ഒരു സ്ട്രെസ്സിലാണ് കുട്ടികൾ കയറുന്നത്. അപ്പോൾ ഇത് 20 minutes they just get relaxed. അത് ശരിക്കും നമ്മുടെ ഇവിടുത്തെ സ്കൂൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസസിലേക്ക് കൊണ്ടുവരികയും കുട്ടിയൊന്ന് കാമാവുകയും ഓക്കെ അവൻ്റെ ഒരു ഫിസിയോളജിക്കലി സൈക്കോളജിക്കലി ആ കോർട്ടിസോൾസ് ഒക്കെ ഒന്ന് കുറച്ച് ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് then they are ready to face that. We have to bring them in that way.